सीने से तुम मेरे आके लग जाओ ना, डरते हो क्यों जरा पास तो आओ ना, तुम मेरी धड़कनों की सुनो। चल वहाँ जाते हैं, चल वहाँ जाते हैं। கண்ணுக்குள்ள மிளகாவத்தல் காயுது, அது காயுது. இது பஞ்சலோகமே, நீ பஞ்சு தலகா, நீ மேல வந்து விழுந்த, நீ செக்க செக்க செவந்த குங்குமத்தை கலந்த வண்ணத்திலேயே ആൻസി കൊച്ചേ, ഇവിടെ ഇരുന്ന് തിന്നുന്നത് എന്റെ ദോഷല്ലയോ? എന്റെ താടാ, കൊച്ചു കഴിക്കട്ടെ, നിനക്ക് വേറെ തരാം. ആ കഴിക്കട്ടെ. അല്ല, ഇതേതാ പുതിയ അവതാരം? മിഖായലിന്റെ അമീറത്തിന് വല്ലതും ഉണ്ടായതാണോ? ചെറുക്ക, നിന്റെ വായിന്റെ ലൈസൻസിനെ കട്ടേം കേട്ടോ. നാക്ക് വളർന്നോ നിനക്ക് ഇത്ര? ചൂടാവല്ല ആൻസി മോളെ, ഒരു സംശയം ചോദിച്ചല്ലേ. അവന്റെ ഒരു സംശയം എടാ, അത് ശ്രദ്ധമായിട്ട് അനിയത്തിയാടാ. ഓ ഓ ഓ ഓ അങ്ങനെ. എന്നതാ, ചക്കയോ ചുക്കോ എന്നതായിരുന്നു പേര്? ചക്കയും ചുക്കൊന്നുമല്ല, ചക്കു. ചക്കു. ശരിക്കും ഇതെന്നാണോ പേര്? ചക്കക്കൂട്ടാൻ വെച്ച പോലെ ചക്കു അല്ല, സാക്ഷി. സാക്ഷി. ഓ ആയിക്കോട്ടെ. ബൈ ദ വേ, അഞ്ചരൻ ഈ വീട്ടിലെ ഊരുതണ്ടി, കുടുംബത്തിൽ ഏറ്റവും കൊള്ളാത്തവൻ എന്നൊക്കെ പറയുന്ന ആ വ്യക്തി ഞാനാണ്. ചെറുക്ക, നേരെ സംസാരിക്കണം. ശരി തമ്പുരാട്ടി, ഞാൻ ഇനി മിണ്ടുന്നില്ല. പോരെ? അല്ല, ഇയാളിനെ നോക്കിയിരിക്കുന്ന എന്നത്തിനാ? എന്നാ 2 ദോഷം കൊടുത്ത് മുണുന്ന് പെർമിഷൻ തന്നിരിക്കുന്നു. എനിക്ക് വേണ്ട. അയ്യോ കുഞ്ഞെ, നീ ഇരുന്ന് കഴിക്കും മോളെ. അവന്റെ വായ അടങ്ങിയിരിക്കത്തില്ല, അവൻ എപ്പോഴും ഇങ്ങനെ. നീ അവനെ കാര്യക്കണ്ട, എന്റെ കുഞ്ഞ് ഇരുന്ന് കഴിക്കേ. ആൻസി മോളെ, ഞാൻ കാര്യം പറഞ്ഞതാ, എന്റെ ദോഷമല്ലായിരുന്നു അത്. വന്നിരുന്ന് വെട്ടി വിഴുങ്ങതാ നോക്ക്. പോട്ട്, വിശക്കുന്നുണ്ടാവും അല്ലേ? സാരില്ല, അത് കൊടുത്ത് മുണുങ്ങ. എക്സ്ക്യൂസ് മീ, എനിക്ക് നിങ്ങളുടെ ദോഷയും വേണ്ട, പെർമിഷനും വേണ്ട. ഞാൻ ആന്റി തന്നത് കഴിച്ചത്. യു ഡോണ്ട് ഓൺ ദിസ് കിച്ചൺ. അയ്യടി, MLA-യുടെ മോളുടെ നാവിന് ഇത്രയും ഷോർട്ട്നെസ് ഉണ്ടായിരുന്നോ? കൊള്ളാം, കണ്ടാ പറയത്തില്ല. ആൻസി മോളെ, ഇവിടെ ഒന്ന് സൂക്ഷിച്ചോ, നാളെ പാർലമെന്റ് പിടിച്ചെടുക്കാൻ പോകുന്ന മുതലാ. എന്റെ പൊന്ന് ജവി, നീ വന്ന പാടെ തുടങ്ങൽ ആൾക്കാരായിട്ട് ഇളക്കാൻ നിർത്തിക്കോ. ഇളക്കലൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത് ജസ്റ്റ് ട്രെയിലർ മാത്രം. പിക്ചർ അഭി ബാക്കി ഹേ. അപ്പോ ബൈ ചക്കു. ഓ സോറി സാക്ഷി മാഡം, ദോഷം വിടുന്നു. ജവി, നീ കയ്യെന്ന് വാങ്ങും കേട്ടോ. സോറി. ബൈ ദ വേ ആൻസി മോളെ, നിങ്ങളുടെ ആദ്യത്തേക്ക് BP വല്ലതും കൂടി ഒന്ന് നോക്കണേ. അപ്പൊ ശരി, ഞാൻ ഇപ്പൊ വരാം. എനിക്കുള്ള ദോഷം കൂടെ ഉണ്ടാക്കണേ, ആരും എടുക്കാതെ നോക്കണം. സാരല്ല മോളെ, മോള് കഴിക്ക്. അവൻ അങ്ങനെ ചെറുപ്പം മുതലേ വാ അടക്കത്തില്ല. എന്നതേലും പറയാൻ തുടങ്ങിയ ആൾക്കാരെ കളിയാക്കിയിട്ടും ഇളക്കിയിട്ടും അതൊക്കെ അവന്റെ സ്വഭാവം. മോള് കഴിക്ക്. ഓക്കെ ആന്റി. ഊരുതണ്ടി, വീടെത്തിയോ? ഓ വന്നോ? വീട്ടിലെ നല്ലവനായ ഉണ്ണി. ആന്നടാ, ഞാൻ നല്ലവൻ തന്നെ. നിന്നെ പോലെ ഊരുതണ്ടി തല്ലുവടി ഉണ്ടാക്കി നടക്കുവല്ല. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലെ നല്ലവനായ ഉണ്ണി തന്നെ, കേട്ടോ? ദയിച്ചായ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബോക്സിങ്ങിനെ കളിയാക്കല്ലെന്ന്. അവന്റെ ഒരു ബോക്സിങ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്. 2 വർഷം നീ കുടുംബത്തിൽ കയറിയിട്ട് അതിന്റെ വല്ല ബോധമുണ്ടോ? ഓ പിന്നെ പറയുന്ന കേട്ടതോ നീ കുടുംബത്തിലുള്ള എല്ലാവരും എന്നെ കാത്തിരിക്കുവന്ന്. ആന്നോടാ. പിന്നെ അല്ലാതെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് അമ്മച്ചി കാത്തിരിക്കുവായിരുന്നു, ഞാൻ കാത്തിരിക്കുവായിരുന്നു, അപ്പം കാത്തിരിക്കുവായിരുന്നു. മതി നിർത്ത്. ഡേവിഡേ, നീ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാ ഓക്കെ, ഞാൻ വിശ്വസിക്കാം. അമ്മച്ചി കാത്തിരിക്കുന്നു, അതും വിശ്വസിക്കാം. പക്ഷെ അപ്പൻ
ഞാൻ എപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു നോക്കിയിരിക്കുന്ന മുതല എന്നിട്ട് കാത്തിരിക്കുന്ന പോലും. രവി, അപ്പഴും നിന്നോട് ദേഷ്യമുണ്ട്. അതിന്റെ കാര്യം എന്നതാന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷെ അതിന്റെ അർത്ഥം അങ്ങേക്ക് നിന്നോട് സ്നേഹം ഇല്ല എന്നല്ല. അങ്ങേക്ക് സ്നേഹം ഉണ്ടടാ. നിനക്കറിയോ, ലാസ്റ്റ് മാച്ചിന് അങ്ങേ ആ ടിവിയുടെ മുന്നിൽ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് എണീച്ചിട്ട് പോലുമില്ല. അത് തീരുന്നവരെ അത് കണ്ടോണ്ടിരുന്നു. അത് വല്ലോ നിനക്ക് അറിയണോ? അതെന്നതേലാവട്ടെ, എനിക്കറിയില്ല. ഇതാ പ്രശ്നം. അപ്പനും കിടക്കാം മോനും കിടക്കാം, പറഞ്ഞിട്ട് കാര്യമില്ല. മതി മതി, നിന്റെ അമ്മച്ചിയുടെ വായിന്ന് കുറെ കേട്ട് എന്റെ ചെവി പുകഞ്ഞിരിക്കും. ഇനി നീ കൂടെ തുടങ്ങല്ലേ, കേട്ടോ? ഓ ശരി സാർ. എന്നിട്ട് പറ, എന്നോണ്ട് വിശേഷം? ഓ എനിക്ക് എന്നാ വിശേഷം? വിശേഷം ഫുള്ള് നിനക്കല്ലയോ? കല്യാണം കാവാറായി, കൊച്ചു കള്ളൻ. പോടാ. എന്നതാ നാണം വരുന്നോടെ ചായ? അയ്യേ, മൂത്ത് മുതുക്കച്ച് കിളവനായി. എന്നിട്ട് നാണം കൊടുങ്ങനെ നോക്ക്. അപ്പോ ഡോക്ടറെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. പിന്നെ ലാൻഡ്, റോഡ്, വാട്ടർ കണക്ഷൻ അതെല്ലാം ഞാൻ നോക്കോളാം. ഓ ദാറ്റ്സ് എ ബിഗ് ഹെൽപ്പ് രാജീവൻ, താങ്ക് യു. പിന്നെ ഇത് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പോരാത്തതിന് ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. താങ്ക് യു. നൗ കൺസ്ട്രക്ഷൻ. ബെസ്റ്റ് ടീം തന്നെ വേണം. ഹോസ്പിറ്റൽ പ്രോജക്ട് ആയതുകൊണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഐ നോ എ കമ്പനി, മെറിൻ ഫൗണ്ടേഷൻ, ട്രിവാൻഡ്രം ബേസ, കേരളത്തിൽ തന്നെ ബെസ്റ്റ് കമ്പനിയാ. നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അവരാ ചെയ്തത്. അച്ഛേ, നമ്മുടെ ജൂഡി അവിടെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് നോക്കിയാലോ? എന്നാ പിന്നെ നമുക്കതൊന്ന് നോക്കാം. എന്ത് പറയുന്നു? ഉറപ്പിക്കാം. ഡേവിഡ്, അപ്പേ ഇതിനോർത്ത് വൈകിടാവണ്ട, ഞാൻ നോക്കോളാം. ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഗുഡ്. പിന്നെ ഇനാഗുറേഷന് മുന്നേ എല്ലാം ഉണ്ടല്ലോ. ഓ എന്റെ കർത്താവെ, ഈ ചെറുക്കം പറയിപ്പിക്കാനായിട്ട് കാണിക്കോ. എവിടെ പോയതാണ് നീ? ആകെപ്പാട് നനഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കൊന്നും നനഞ്ഞിട്ടില്ലെന്നേ. ഞാൻ അവിടെ നോട്ടിയിരുമ്പത്തേക്കും ചെറിയൊരു ചാച്ചില്, അത്രേ ഉള്ളൂ. പിന്നെ ഇതെന്നെ കോലവാടാ, ഷർട്ടും തലയൊക്കെ നനഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ഇല്ലെന്നേ. രവി, മേലെ ബെഡ്റൂമിൽ ടവലുണ്ട്, എടുത്ത് തുടയ്ക്കാം. ശരി. ഓക്കെ ചേച്ചി, ഡീൽ. വേൾഡ് ചാമ്പ്യൻ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിൽ വന്ന അവൻ കൊച്ചു തന്നെ ആണല്ലോ. അതെ അതെ. എന്റെ കർത്താവേ, എന്നാ തണുപ്പായത്. ടവല് ഇതെന്നാ ബേബി സെക്ഷനോ? ബേബി ഷാംപൂ, ബേബി ഓയിൽ, വെറ്റ് വൈപ്സ്. എംഎൽഎയുടെ വീട്ടിൽ ഏതാ ബേബി? സീക്രട്ട് ആയിട്ട് വല്ലതും പ്രോജക്റ്റ് ഉണ്ടോ? ക്രാഡൽസ് ഒന്നുമില്ല. അപ്പൊ ഇല്ല. ഇയാളെന്താ ഇവിടെ? ഹായ് ചെക്കു. ബൈ ദ വേ, ശ്രദ്ധിച്ചു പറഞ്ഞു ബാത്റൂമില് അല്ല ബെഡ്റൂമില് ടവലുണ്ടെന്ന്. സോ അതെടുത്ത് തല തോർത്താൻ വന്നതോ. അതിന് ഇയാൾ എന്തിനാ എന്റെ ബെഡ്റൂമിൽ കയറിയ? ഇത് ഇയാളുടെ ബെഡ്റൂമാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ. അറിഞ്ഞതാണ്, കേരളത്തിലായിരുന്നു. ഒന്ന് ക്ഷമിക്കൂ ഭഗതി. ബൈ ദ വേ, ഇതെന്നതാ ഇവിടെ കൊച്ചുകുട്ടി? ഐ മീൻ, ഹൂസ് ദ ബേബി ഇൻ ഹിയർ? നല്ല മണം, ഫുൾ ഇൻഫാന്റ് സെക്ഷൻ ആണല്ലോ. എംഎൽഎയുടെ വീട്ടിൽ പുതിയ മെമ്പർ വല്ലതും വന്നായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. അതിങ്ങൾതാ, ദാറ്റ്സ് മൈൻ. എന്റെ ഇതൊക്കെ. യു എ ബേബി? എടി ചക്കു, എന്നാ വയസ്സുണ്ടടി നിനക്ക്? I'm not a baby. I'm 24. 24 വയസ്സുള്ള കുഞ്ഞാവയോ? Stop it. ഇതിനെത്ര ചിരിക്കാനൊന്നും ഇല്ല. അടുത്ത വർഷം എനിക്ക് 25 ആവും. 25? Oh my god. You get out. Okay, baby Sakshi. It's empowering, eh? Bye bye. Cuckoo gaga. You're a pervert. Out. Jamachi. എന്നാ ഏറെ ഇത്? പൊട്ടൻ.
ഇച്ച ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാര്യം എന്തായി? ഞാൻ അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയായിരുന്നു. നല്ലതാ. പറ്റിയ തീയതി നോക്കി അപ്പോയിന്റ്മെന്റ് എടുത്തേക്കണം. പറ്റിയ നാളെ തന്നെ. അവരായിട്ടൊരു മീറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞാലും എനിക്കും നിനക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഓപ്പി ഉണ്ട്. ഇനിയിപ്പോ ജവയെ പറഞ്ഞു വിട്ടാലോ? ഞാനും അത് ആലോചിക്കുന്നത്. നമ്മുടെ ഒഴിവ് നോക്കിയിരുന്നാ പറ്റത്തില്ല. അവനെ വിടാം. അവൻ അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ. എന്നാ പിന്നെ നമുക്ക് ചക്കുവിനെ കൂടെ പറഞ്ഞു വിട്ടേക്കാം. അവൾക്ക് സ്ഥലം അറിയാം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു ജൂഡി, അത് അവളുടെ ഫ്രണ്ടിന്റെ ചേച്ചിയാ. അപ്പോ ചക്കു കൂടെ പോയ കാര്യം ശരി എളുപ്പമാവും. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ചക്കു മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നമ്മൾ ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, ഒരു മെറിൻ കൺസ്ട്രക്ഷൻ? ആ കമ്പനിയുടെ കൂടെ നാളെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജവി പോകാനായിട്ടിരിക്കുന്നത്. സോ അവന്റെ കൂടെ നീയും പോണം. നിനക്ക് സ്ഥലം അറിയാലോ, ജവി ഇവിടെ പുതിയതല്ലേ. സോ മോളെ നീ കൂടെ പോയാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പോരാത്തതിന് നിന്റെ ഫ്രണ്ടിന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി കിട്ടും. അയ്യടി, ആ വട്ടന്റെ കൂടെ ഞാനൊന്നും പോകത്തില്ല. ചുമ്മാ മസില് മാത്രമേ ഉള്ളൂ. വാ തുറന്നാ തീർന്ന്. എന്നെ ചുമ്മാ കളിയാക്കുവാടി ചേച്ചി. അവൻ അങ്ങനെ അടി മോളെ. വാ തുറന്ന് അടയ്ക്കാൻ ഇച്ചിരി കഷ്ടമാ. എന്ന് വെച്ച് നീ എന്റെ ചെറുക്കനെ അങ്ങ് കൊച്ചാക്കണ്ട കേട്ടോ. മസില് മാത്രല്ല, നല്ല ആണത്തുള്ളവനാ. നീ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഓ നിനക്ക് അവനോട് വല്ലാത്ത സ്നേഹമാണല്ലോ. പുതിയൊരു അനിയൻ ഒക്കെ കണക്കാ. ഞാനൊന്നും പോകത്തില്ല. അങ്ങനെ പറയല്ലേ ചക്കു. ഒന്ന് പോയിട്ട് വാടി മോളെ. ഞങ്ങൾ കുഴിയില്ലാത്തോണ്ടല്ലേ. പ്ലീസ്. ഓക്കെ. ജൂലി, എടി മതി കിടന്ന് ഉറങ്ങിയതേ. എനിക്ക് കുരുപ്പേ. നാളെ പഠിച്ചോളാം പ്ലീസ്. ഇതെന്തൊരു കഷ്ടമാ എന്റെ ഭർത്താവേ. പ്രൊഫസർക്ക് പോയിട്ട് എന്റെ വീട്ടുകാർക്ക് പോലും ഒരു കുഴപ്പമില്ല. ഞാൻ പഠിക്കണ്ടോ നിനക്ക് മാത്രമേ എന്നെ കുഴപ്പമാടി. നിന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം നീ പഠിക്കത്തില്ലെന്ന്. അതുകൊണ്ട് അവരൊന്നും മിണ്ടാതിരിക്കുന്നത്. എന്റെ പൊന്നു ജോലി, ഗ്രാംസ്കി പോലും അറിയാത്ത നീ എങ്ങനെ പോയി എക്സാം എഴുതാനാ? എണീറ്റേടി. എണീറ്റ് പറ. Okay, Julie, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. Okay, so Antonio Gramsci was an Italian Marxist, journalist and communist leader who was jailed by Mussolini's fascist regime and wrote his most famous work, The Prison Notebooks, inside jail, where he argued that the power doesn't survive only through police and army, but through hegemony. Julie? Okay, കേൾക്കുന്നുണ്ട്. Okay, ഇനി next, hegemony എന്താ? ഹെജ്മോണി ഒരു ടൈപ്പ് ദോശയാണ്. ഈ കർണാടക സൈഡിലൊക്കെ ഉള്ള മഴ അടിപൊളിയാ. എനിക്കിഷ്ടമാ അവിടെ പോവാൻ. എനിക്ക് വിശക്കുന്നുണ്ട്. ജോലി, എന്റെ കർത്താവേ, ഇതിനെ പഠിപ്പിക്കുന്നതും ഭേദം പല പോത്തിനെ പഠിപ്പിച്ചാണ്. അതിന് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ പൊന്നു ജോലി, ഹെജ്മോണി എന്താന്ന് പറ. Dominant class, അടക്കി വായിച്ച but with love, like arranged marriage പോലെ. ഇഷ്ടമുള്ള but consent ഉണ്ടെന്ന് നടിക്കും. ലൈക്ക് ഹെജിമോണി എന്നാണ് പല റീലിലും കണ്ടു കാണും അല്ലേ? ഇമാതിരി നീ എങ്ങാനും എക്സാം പേപ്പറിലേക്ക് നിന്നെ ഞാൻ തല്ലിക്കൊല്ലും ജോലി. മര്യാദയ്ക്ക് ഡെഫിനേഷൻ പഠിച്ചോണം. ശരി മാഡം. നെക്സ്റ്റ്, ഫുക്കോ, ബയോപവർ എന്താ? Biopower means power controlling your bio, like your mom controlling your biodata for marriage. നിന്നെ എനിക്ക് തല്ലിക്കൊല്ലാൻ പറ്റിയത് ഞാൻ എപ്പോഴേ അത് ചെയ്തേനെ. പക്ഷെ നീ എന്റെ ബെസ്റ്റി ആയിപ്പോയി ജോലി. അതുകൊണ്ട് മാത്രം ഞാൻ അടങ്ങിയിരിക്കുക. ബയോപവർ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് കൺട്രോളിംഗ് ബോഡീസ്, പോപ്പുലേഷൻ, ഹെൽത്ത്, ബർത്ത്, ഡെത്ത്. ചക്കു,
പ്ലീസ് നാളെ ലീവ് അല്ലേടി, ഞാൻ നാളെ പഠിച്ചോളാം സത്യമായിട്ടും. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും എന്റെ തലയ്ക്കകത്ത് കയറത്തില്ല. പ്ലീസ് എന്നാ പോയി ഉറങ്ങ് പോ. ആ ചെല്ല് ചെല്ല്, ഗുഡ് നൈറ്റ്. Down, down on the, down, down on the beat. രവി, ഇന്നലെ പറഞ്ഞ കാര്യം എങ്ങനാ? പോവല്ലേ? നിനക്ക് ഡീൽ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതൊന്നും അല്ലാന്ന് എനിക്കറിയാം. അത്ര പറ്റാത്തതിന്റെ ആരാ? ആഴ്ച ഞാൻ ഏറ്റു. അല്ല, ആരാ കൂടെ? ആൻസിമോളോ? ആൻസിമോളല്ല, ചക്കു കൂടെ വരും. അവൾക്ക് കമ്പനിയിൽ കോണ്ടാക്ട് ഉണ്ട്. സോ കാര്യങ്ങൾ ഇച്ചിരി എളുപ്പമായിട്ട് കിട്ടും. ഓ, ബേബി സാക്ഷിയാണോ കോപ്പൈലത്ത്? കൊള്ളാം. ആ, ചക്കുവിന് കൂടെ വരുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരേ ഒരു റിക്വസ്റ്റ് ഉള്ളൂ, നീ വാ അടച്ചിരുന്നാ മാത്രം മതി. നീ വന്ന് 2-3 ദിവസം പോലും ആയിട്ടില്ല, അപ്പത്തേക്കും കംപ്ലൈന്റ് എത്തി. നീ ആ കൊച്ചിനെ ചുമ്മാ കളിയാക്കാന്നും പറഞ്ഞു. ആണോടാ? ഓ, അപ്പത്തേക്കും കംപ്ലൈന്റ് ഒക്കെ എത്തിയോ? കൊള്ളാലോ സാക്ഷി മാഡം. ഇതൊക്കെ ഒരു രസലിച്ചായ, സമയം പോകണ്ടേ? ആ രവി, മര്യാദക്ക് പോയിട്ട് വന്നോണം. കൊച്ചിനി ഒരു കംപ്ലൈന്റ് കൂടെ തന്നാ നിന്നെ ഞാൻ ശരിയാക്കും കേട്ടോ. ആ, ആലോചിക്കട്ടെ. ഗുഡ് മോർണിംഗ് സാക്ഷി മാഡം. ആ മോർണിംഗ്. എന്നാത്തിനടി കൊച്ചേ, നിനക്ക് എത്ര ചാടാ? എനിക്ക് ചാടിയൊന്നും ഇല്ല. പിന്നെ എന്നാത്തിനടി കൊച്ചേ മോന്തെങ്ങനെ വെച്ചിരിക്കുന്നത്? ഫീഡർ ബോട്ടിൽ എടുക്കാൻ മറന്നോ? വീണ്ടും മോന്ത അങ്ങനെ വെച്ചിരിക്കുന്നു. ഇനി പെഡിഗ്രി വല്ലതും വേണോ കൊച്ചിന്? ഓ ഓ ഓ സോറി സോറി, അത് പട്ടിക്കുട്ടികൾക്കുള്ളതാണല്ലോ. അല്ലേ, സോറി, ഞാൻ അതങ്ങ് വിട്ടുപോയി. എടി കൊച്ചേ, ആ സീറ്റ് ബെൽറ്റ് ഇട. കുഞ്ഞാവി ഒരു പോറൽ പോലും നിൽക്കാതെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കണോന്നാ ഓർഡർ. ഞാൻ കുഞ്ഞല്ലാന്ന് പറഞ്ഞതാ, ബേബി. അതെനിക്ക് കൂടെ തോന്നണ്ടേ കുഞ്ഞാവേ? തുത്തുടു, ഈ ഞാൻ പാപ്പം വാങ്ങിച്ചതാ കേട്ടോ. ഞാൻ ഇപ്പൊ തിരിച്ചു പോകും, പിന്നെ ഒറ്റയ്ക്ക് പോകേണ്ടി വരും, പറഞ്ഞേക്കാം. ഓ വേണ്ട, ഞാൻ നിർത്തി. അതെ നിക്ക്, എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട് ഇവിടെ, ഞാൻ കോൾ ചെയ്യട്ടെ. ഓ ആയിക്കോട്ടെ. ഹലോ ജുഡി ചേച്ചി, ഞങ്ങൾ പുറത്തുണ്ട്. ചേച്ചി ഇവിടെ. ചക്കു, ശ്രദ്ധ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു. ആ കാര്യമൊക്കെ ചേച്ചി ഇന്നലെ പറഞ്ഞു കാണുമല്ലോ. ആ ചേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ട്, ക്യാബിൻസില. ഇത് ഡേവിഡ് ചായന്റെ അനിയ. ആ എനിക്കറിയാം, ബോക്സിംഗ് ചാമ്പ്യൻ ജനൻ അല്ലേ? നൈസ് ടു മീറ്റ് യു, ഐ ആം ജൂഡി ജനർ. ഹായ്. ആ ചേച്ചി സമയം കളയണ്ട, നമുക്ക് ചെല്ലാം. Ma'am, sir, I'm extremely sorry. Can we postpone the meeting? What? Appointment എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ ടൈം വേസ്റ്റ് ആക്കണോ? I can understand, sir, but we're really sorry, sir. സാറിന് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം വന്നു, so he needs to leave right now. നീ സാറിനോട് പറഞ്ഞോ കാലിക്ക ഹോസ്പിറ്റലിന്റെ ഡീൽ സംസാരിക്കാനാണെന്ന്? അവർ അപ്പോയിന്റ്മെന്റ് എടുത്തതാ. No, ഞാൻ അത് പറഞ്ഞില്ല. ഓ ഗോഡ്, നീ പിന്നെ എന്താ പറഞ്ഞേ? ചേച്ചി എന്തെങ്കിലും പ്രശ്നം? ഏയ് ഇല്ല, ഞാനിപ്പോ ശരിയാക്കാം. ജവൻ വെരി സോറി, ഞാൻ ഇപ്പൊ വരാം. ഇറ്റ്സ് ഓക്കെ ചേച്ചി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഞങ്ങൾ നാളെ വന്നോളാം. No, ഇന്ന് ഇപ്പൊ തന്നെ കാണണം. ജവൻ
ഞാൻ സംസാരിച്ചിട്ട് വരാം.